നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഓ, സെനഗൽ അവസാനം ആ പെനാൽറ്റി അത് പല രൂപത്തിലുള്ള വിവാദങ്ങൾ അതിലുണ്ട്. എന്നാലും ആ പെനാൽറ്റിയിൽ അവർ വീണുപോയി. അതുപോലെ തന്നെ 85 മിനിറ്റോളം അവർ 2 ഗോളുകൾക്ക് മുന്നിൽ നിന്നിട്ട് കളി സമനിലയാവുന്നു. പിന്നെ എക്സ്ട്രാ ടൈമിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു. വലിയ നിരാശ സ്വാഭാവികമായിട്ടും സെനഗലീസ് താരങ്ങൾക്കും ആരാധകർക്കും ഉണ്ട്. കളി എക്സ്ട്രാ ടൈമിൽ 3-2 ബെൽജിയം വിജയിച്ച് കയറിക്കൊണ്ട് റൗണ്ട് ഓഫ് 16 കടന്നിരിക്കുന്നു. സെനഗൽ നാട്ടിലേക്ക് മടങ്ങുന്നു. കളിയിൽ ദിയാരയും ഇസ്മായിലെ സാറുമാണ് സെനഗലിൻ്റെ ഗോളുകൾ നേടിയതെങ്കിൽ ലുക്കാക്കുവും ടേൽമെൻസുമാണ് ബെൽജിയത്തിൻ്റെ ഗോളുകൾ നേടിയത്. എക്സ്ട്രാ ടൈമിലെ ഗോളടക്കം ഇരട്ട ഗോളുകളാണ് യൂറി ടേൽമെൻസിൻ്റെ വക പിറന്നിരിക്കുന്നത്. കളിയിൽ ആദ്യ പകുതിയിൽ ബെൽജിയത്തിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഡീകറ്റ്ലെയറും ട്രൊസാർഡും KDBയും ഡോക്കുവും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. മറുഭാഗത്ത് സാദിയോ മാനയും ഇസ്മായിലെ സാറും ആൻഡ്രിയയും ചേർന്നുകൊണ്ട് സെനഗലിൻ്റെ മുന്നേറ്റങ്ങളും നയിച്ചു. മത്സരം വളരെ മികച്ച രൂപത്തിൽ തന്നെ പുരോഗമിച്ചു. 24-ാമത്തെ മിനിറ്റിൽ ദിയാരയിലൂടെ സെനഗൽ ലീഡെടുത്തു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒരു ഏകപക്ഷീയമായ ഒരു ഗോൾ മുന്നിലായിരുന്നു. രണ്ടാം പകുതി 51-ാമത്തെ മിനിറ്റിലാണ് ഇസ്മായിലെ സാറിൻ്റെ ഗോൾ പിറക്കുന്നത്. അത് കിടിലൻ ഒരു ഫിനിഷിംഗ് ആയിരുന്നു. ഏതായാലും അതിൽ അത്രയും സമയം മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സെനഗൽ. അതവർ അതുപോലെ 80 മിനിറ്റിലേക്കും എത്തിച്ചു. ഇതാ സെനഗൽ മുന്നോട്ട് എന്ന കാര്യം ഉറപ്പിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് കാര്യങ്ങളാകെ മാറി മറിയുന്നത്. എന്തായാലും ബാക്കി ബെൽജിയത്തിൻ്റേതാണ്. 86-ാമത്തെ മിനിറ്റിൽ ലുക്കാക്കു ആദ്യ ഗോൾ നേടുന്നു. 89-ാമത്തെ മിനിറ്റിൽ യൂറി ടെൽമെൻസിൻ്റെ രണ്ടാമത്തെ ഗോൾ. 3 മിനിറ്റിനിടയ്ക്ക് 2 ഗോളുകൾ മടക്കിയടിച്ച് മത്സരം 2-2 സമനിലയാക്കി ബെൽജിയം കളി എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടിയെടുത്തു. എക്സ്ട്രാ ടൈമിൻ്റെ അവസാനത്തിലാണ് ആ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത്. അത് വളരെ ലൈറ്റ് ടച്ച് ആയിരുന്നു. അതുപോലെ ബോൾ അറ്റാക്കർ വിൻ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളും ചർച്ചകളൊക്കെ അവിടെ നിൽക്കുന്നു. എന്തായാലും റഫറി അത് പെനാൽറ്റി വിധിക്കുകയും ടേൽമെൻസ് അത് പലയിലേക്ക് എത്തിക്കുകയും ചെയ്തു. മത്സരം 3-2 വിജയിച്ച് ഒടുവിൽ ബെൽജിയം ഇതാ റൗണ്ട് ഓഫ് 16 വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.